Welcome to the 30th lecture on electrodynamics for BSc Semester 3 Physics Main students. 30th lecture, Magnetic Scalar Potential and Magnetic Vector Potential for BSc Main students. At first we see what is magnetic scalar potential. The Biot-Savart law, you know, it is dB is equal to mu 0 by 4 pi ideal sin theta by r square. That is Biot-Savart law, we have seen it in the previous class. In magnetic scalar potential form, this law can be written as B is equal to minus del V. ഈ ബയോസാവർട്ട് ലോ നമ്മൾ മോളിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ കംപ്ലീറ്റ് ഫീൽഡ് ബി ഫ്ലക്സ് ഡെൻസിറ്റി ഓർ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബി റൈറ്റ് എസ് ബി ഈസ് ഇക്വൽ മൈനസ് ഡെൽ വി റഫർ ഇ ഈസ് ഇക്വൽ മൈനസ് ഡെൽ വി. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് ഈ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ. അതുപോലെ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ ഈ വി എന്ന് പറയുന്നത് ഈ അതിന് വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് സ്കെലാർ പൊട്ടൻഷ്യൽ. ഏത് രീതിയിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ട് അതേപോലെ മാഗ്നറ്റിക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പോൾ ബി ഇക്വൽ മൈനസ് ഡെൽ വി എന്ന് എഴുതിയാൽ ആ വിയെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് സ്കെലാർ പൊട്ടൻഷ്യൽ. സിമ്പിളി മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കില്ല, കാരണം വേറെ പൊട്ടൻഷ്യൽ വരുന്നുണ്ട്, വെക്ടർ പൊട്ടൻഷ്യൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിയെ നമ്മൾ മാഗ്നറ്റിക് സ്കെലാർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ റിലേഷൻ ഈസ് ഇക്വൽ മൈനസ് ഡെൽ വി എന്ന് പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ റിലേഷൻ, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയും. സിമിലർ ടു ദാറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് മാഗ്നറ്റിക് സ്കെലാർ പൊട്ടൻഷ്യൽ. Here B is equal to minus del V, where V is equal to magnetic scalar potential. It is given by, അതൊരു ഇക്വേഷൻ ഉണ്ട്. It is given by B is equal to mu 0 I omega by 4 pi. Mu 0 4 pi into 10 raised to minus 7. I is the current in the region we calculate the potential. Omega is a solid angle and mu 0 4 pi into 10 raised to minus 7 Henry per meter. അപ്പോൾ ഇത് കാണണമെങ്കിൽ ഇതിനൊരു തിയറി ഒക്കെ ഉണ്ട്. ആ തിയറി പിന്നെ നമുക്ക് എത്ര ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട കാര്യമില്ല, കാരണം ഇതൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മാഗ്നറ്റിക് സ്കെലാർ പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചാൽ ഇത്രയും പറഞ്ഞാൽ മതി. നൗ കംസ് മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ. Magnetic vector potential. The magnetic vector potential is represented as capital A, vector. Then magnetic flux density B is equal to del cross A, where A is a vector, that is a vector potential, where A is equal to xi plus ayj plus azk. Ax and Axay and Az are called the vector potential components. അപ്പോൾ ബി ഇസ് ഇക്വൽ മൈനസ് ഡെൽ വി എന്ന് എഴുതിയാൽ ബി സ്കെലാർ പൊട്ടൻഷ്യൽ. ബി തന്നെയാണ് വീണ്ടും എഴുതുന്നത്. ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എന്ന് എഴുതിയാൽ അവിടെ എ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ദി കേൾ ഓഫ് മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ. And this magnetic vector potential has components. The components we write like this. We have B is del cross A. You know the cross product of two vectors, ijk, determinant ijk, like that you know. Determinant ijk, then del component, dou by dou x, dou by dou y, dou by dou z. E component, ax, ay, az. Expand it. B is equal I into ആ റോയും കുളവും മാറ്റിയിട്ട് ബാക്കി എഴുതിയാൽ മതി. ഡോ എക്സ്പാൻഡ് ചെയ്താൽ മതി. എക്സ്പാൻഡ് ഐ ഇൻറ്റു ഡോ എ ഇസഡ് ബൈ ഡോ വൈ മൈനസ് ഡോ എ വൈ ബൈ ഡോ ഇസഡ്. അടുത്ത ടൈം പ്ലസ്സാണ് കൊടുക്കുന്നത്. പ്ലസ് കൊടുക്കുമ്പോൾ നമ്മൾ റിവേഴ്സിൽ പറയണം. പ്ലസ് ജെ ഇൻറ്റു ഡോ എ എക്സ് ബൈ ഡോ ഇസഡ് മൈനസ് ഡോ എ ഇസഡ് ബൈ ഡോ എക്സ് പ്ലസിട്ടായിരിക്കുന്നത്. പ്ലസ് കെ ഇൻറ്റു ഡോ എ വൈ ബൈ ഡോ എക്സ് മൈനസ് ഡോ
A is x by dou y. ഒരു സൈക്ലിക് ഓർഡർ അവിടെ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ബി വെക്ടർ എന്ന് പറഞ്ഞാൽ ബി വെക്ടർ ഇസ് ബി എക്സ് ഐ പ്ലസ് വി ജെ പ്ലസ് ബി സെഡ് കെ, ആൻഡ് ദാറ്റ് ഇസ് റിട്ടൺ ആസ് ഐ ജെ കെ ഫോം in the RHS. So we can equate components Bx. Bx is the first component, that is dou Az by dou y minus dou Ay by dou z. Similarly, By and Bz we can say like this. And this is the relevant question here. Question number 1, explain magnetic scalar potential and vector potential. This is a 2 marks question. Question number 2, define magnetic vector potential, obtain the components of B in terms of vector potential components. അതാണ് just above കൊടുത്തത്. The answer is given just above. Now this is a very important short answer. Application vector potential B due to a straight wire. B due to a straight wire we have studied using Ampere circuit law, and here using vector potential also, we are going to find the relation B is mu square I by 2 pi r for a straight conductor. You know this relation? Using Ampere circuit law we have proved it, and now we apply the vector potential to find the same relation. This relation is the flux density near an infinite straight conductor carrying a current I. B is measured at a point distant R from the wire, and it is explained in the 2 figures. Look here, there are 2 figures. Both figures are same. In the first figure, the AB straight wire, infinitely long wire is shown. Current I is passing. P is a point in front of it at a distance R. The magnetic flux density at P is B is equal to mu square by 2 pi r. And that value we are going to find. At P, the magnetic flux density is B is equal to mu square by 2 pi r. Mu square by 2 pi r. You look in the previous slide. It is mu square by 2 pi r. And that relation we calculate by vector potential method, and for that we redraw the figure. R is shown somewhere a little inclined. The P is shown as in the figure here. It is drawn in that manner because we have to construct a rectangle to represent the coordinate of P. P is the point at which we are going to find the flux density. And for convenience, we take Pxy. Xy is the coordinate of P. Then distance R we can say in terms of x and y. That is square plus y square is R square. Like that, we can find R also. So to solve the problem, we take P as Pxy, where x and y are the coordinates of P. That coordinates are shown in this second figure. Consider straight wire of radius A. A wire radius A ആണ് carrying a current I in the Z direction. Conductor മേപ്പോട്ടാണ് ഇരിക്കുന്നത്, അതാണ് Z direction. Then current density, you know, J, Z direction ആകുമ്പോൾ Jz is equal to I by area of the conductor. I by area is the current density. Jz is I by pi a square. Pi a square is the area of cross section of the wire. There is no current in the x and y directions. ഇപ്പോൾ കറണ്ട് മേപ്പോട്ടാണല്ലോ പോകുന്നത്, അപ്പോൾ എക്സിനും വൈയിലും കറണ്ട് ഇല്ല. There is no current in the x and y directions. That is, vector potential components Ax and Ay are 0. അപ്പോൾ കറണ്ട് മേപ്പോട്ട് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ എങ്ങോട്ട് കറണ്ട് പോകുന്ന ആ ദിശയിൽ ആ ഡയറക്ഷൻ മാത്രമേ വെക്ടർ പൊട്ടൻഷ്യൽ ഉള്ളൂ.
എക്സിലും വൈയിലും കറണ്ട് ഇല്ല, അതുകൊണ്ട് അവിടെ വെക്ടർ പൊട്ടൻഷ്യൽ എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് വെക്ടർ പൊട്ടൻഷ്യൽ കമ്പോണൻറ്റ് എക്സ് 0 എ വൈ 0 അങ്ങനെ എടുക്കും. There is only one vector potential component, that is in the z direction. To find AZ, we can use the solution of electrostatic potential of the wire. For a straight wire, the electrostatic potential is given by, നമ്മൾ സ്ട്രേറ്റ് വയറിൻ്റെ ഫീൽഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ പൊട്ടൻഷ്യൽ ചെയ്തിട്ടില്ല. ഇങ്ങനൊരു റിലേഷൻ ഉണ്ട് പൊട്ടൻഷ്യലിന്. B is equal to lambda by 2 pi epsilon 0 log r minus lambda by 2 pi epsilon 0 log r. ഇതൊരു ഇക്വേഷൻ. ലാംഡ എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, ആറ് ആ പടത്തിൽ കാണുന്ന ഡിസ്റ്റൻസ്, കണ്ടക്ടറിൽ നിന്ന് പിയിലേക്കുള്ള അകലം. അപ്പോൾ ഇങ്ങനൊരു റിലേഷൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിലുണ്ട്. നമ്മൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു വയറിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടാൽ ഇത് കിട്ടും. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ഫീൽഡ് കിട്ടും, ഒരു സ്ട്രേറ്റ് വേവിൻ്റെ ഫീൽഡ് കിട്ടും. സ്ട്രേറ്റ് വേവിൻ്റെ ഫീൽഡ് നമ്മൾ പഠിച്ചതാണ്, യു റെഫർ ബാക്ക്. സോ ദി പൊട്ടൻഷ്യൽ, electrostatic potential due to a straight wire is given by B is equal to minus lambda by 2 pi epsilon 0 log r. ഇങ്ങനെ റിലേഷൻ ഒന്ന് ഓർക്കണം. ലാംഡ ഇസ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, ആർ ഇസ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ കാണാൻ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആദ്യം ഓർക്കണം. അല്ലാതെ നേരിട്ട് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ കാണാൻ മാർഗ്ഗമില്ല. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്. Now you look, since A is equal to area is pi a square, you know, the lambda is charge per unit length. Charge per unit length is charge per unit length. How will you find it? That is pi a square into 1 into rho. Rho is the charge per unit volume. So for 1 centimeter length, the unit length volume is pi a square into 1. Pi a square into 1 is the volume of unit length of conductor into volume charge density, that is charge per unit length. Charge per unit length can be found by the relation lambda is equal to pi a square into 1 into rho. Rho is the volume charge density. That we put in the above equation. That we put in the place of lambda in the previous equation. V is equal to minus pi a square rho by 2 pi epsilon 0 log r, equation number 1. Where rho is the charge density and r is the distance of the point from the center of the wire. അപ്പോൾ ഇതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ്. അതിന് കറസ്പോണ്ടിങ് വെക്ടർ പൊട്ടൻഷ്യൽ ആണ് എന്തെങ്കിലും അറിയാമോ? വെക്ടർ പൊട്ടൻഷ്യൽ കാണാൻ രീതി എന്ന് പറയുന്നത് ഈ കാണുന്നതിലെ റോ ബൈ എപ്സിലോൺ 0 എന്നുള്ള ടേം, ഇക്വേഷൻ 1-ലെ റോ ബൈ എപ്സിലോൺ 0 എന്നുള്ള ടേമിനെ μ0 j is equal to റീപ്ലേസ് ചെയ്യണം. To convert electrostatic potential into vector potential, replace rho by epsilon 0 by μ0 jz. Jz is the current density in the y direction. Therefore, the vector potential component Az, we have only Az component. Az is equal to pi a square, we write as h, minus n is put, 2 pi is put to rho by epsilon 0, that is μ0 jz into log r. That is the equation. That is vector potential component in the z direction. So Az, we write the value again, we repeat it. Az is minus μ0 I 2 pi log r. What is the reason? I is equal to Jz is I by pi a square. So I is equal to Jz into pi a square. Area into current density is the current. Area into current density is equal to current I. So that is written here. And this is Az component. So what is the total vector potential? You know, vector, the magnitude is found by this method, root of a square plus ay square plus az square. That is the vector modulus determination. So you put all the values, ax0, ay0 and az is minus. And when we square it, we get a plus. So the result is plus μ0 I by
2 pi log r minus disappears. Minus sign disappears. That is the vector potential. Therefore, what is B? By definition, B is del cross A is equal to mu 0 I by 2 pi. You put the value of A del cross mu 0 I by 2 pi log r. That will. Where is the cross sign? Del cross log r എന്ന് പറയും. Del cross log r എന്ന് വരും. mu 0 I by 2 pi കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഡെൽ വരും, ക്രോസ് വരും, log r വരും. ആ വാല്യൂ കൊടുക്കുമ്പോഴേ ബി എസ് ഡെൽ ക്രോസ് എയുടെ സ്ഥാനത്ത് മുകളിൽ നിന്ന് വാല്യൂ കൊടുക്കുക. എന്താണ് മുകളിലെ വാല്യൂ? mu 0 I by 2 pi log r. അങ്ങനെ കൊടുക്കുമ്പോൾ ഡെൽ ക്രോസ് log r എന്ന് വരണം. പക്ഷെ നമ്മുടെ ഇവിടെ ക്രോസ് കാണിച്ചാൽ അതിന് കാരണം അറിയാവോ? 6 ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ log r ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്, ഡെല്ല് വെക്ടറാണ്. അപ്പോൾ ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആയിട്ട് ഡെല്ല് കമ്പൈൻ ചെയ്യുമ്പോൾ ഈ ക്രോസിനും ഡോട്ടിനും മീനിങ് ഇല്ല. കാരണം ഈ ക്രോസിനും ഡോട്ടിനും മീനിങ് വരുന്നത് 2 വെക്ടർ ആകുമ്പോഴാണ്. log r സ്കെലാറല്ലേ, അപ്പോൾ ക്രോസ് എഴുതണ്ട, അല്ലെങ്കിൽ ഡോട്ട് എഴുതണ്ട, ചുമ്മാ എഴുതിയാൽ മതി. ഡെൽ ഓഫ് log r എന്ന് എഴുതിയാൽ മതി. ക്രോസിനോട് മീനിങ് ഇല്ല, കാരണം log r സ്കെലാറാണ്. Therefore, B is equal to mu 0 I by 2 pi into 1 by r. You know derivative. Del is derivative dou by dou x. If you take only one component, dou by dou is only. So its result is derivative. You know d by dx of log x 1 by x. So get 1 by r. So B is equal to mu 0 I by 2 pi r. That is the expression. Thus we have proved it. So the question may be like this: derive an expression for flux density due to a straight conductor by applying magnetic vector potential concept. That is all with your 30th lecture on electrodynamics. We come with another topic in the next class. Thank you very much.